അല്പസമയത്തിനകം ദിലീപിന്റെ പ്രതികരണം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ എൻ്റെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. അങ്ങനെ ദിലീപ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് 2-3 ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം. ഇന്ന് ദിലീപ് വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് ദിലീപും കാവ്യ മാധവനും പിന്നെ അവരെ കുടുംബം മൊത്തം വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ചെറിയൊരു ദൃശ്യമാണ്. അവിടെ ഒരു പ്രതികരണം ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് ഇനി മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ദിലീപ് ഒന്നും പ്രതികരിക്കാതെ തിരിച്ചു പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ദിലീപിൻ്റെ ഈ കേസ് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ കേസ് ഇപ്പോൾ കഴിഞ്ഞ ഈ വിധി വന്നതിന് ശേഷം നമ്മളിതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. നേരെ മഞ്ജുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. അവിടുന്ന് നേരെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥ, കൂടെ നിന്നിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർ, ഇവർക്കെതിരെ ഡയറക്റ്റായിട്ടാണ് ദിലീപ് പിൻ പോയിന്റ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പടയൊരുക്കത്തിന് മുന്നോടിയായിട്ടാണ് ദിലീപിൻ്റെ ആ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റും ബോഡി ലാംഗ്വേജും വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ദിലീപ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിൽ പ്രതിക്കൂട്ടിലാവുന്ന അല്ലെങ്കിൽ ഈ ആരോപണം നേരെ പോകുന്നത് സർക്കാരിലേക്കും കൂടിയാണ്. കാരണം വെച്ചാൽ സർക്കാർ നിയോഗിച്ച ഒരു ടീമാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു മറുപടിയാണ് ഇന്നിപ്പോൾ ഈ ദിലീപ് പറഞ്ഞതിൻ്റെ പോലത്തെ ഒരു മറുപടിയാണ് ഇന്ന് നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ അത് പ്ലേ ചെയ്യാം. അതിലേക്ക് വരുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു കേസ്, ഇന്നലത്തെ കേസ് ഇതോടുകൂടി അത് കഴിഞ്ഞു എന്നൊന്നുമില്ല. ഇതിപ്പോൾ സെഷൻസ് കോർട്ടിൽ ഇങ്ങനെ ഒരു വേർഡിക്റ്റ് വന്നു എന്നേ ഉള്ളൂ. ഹൈക്കോർട്ടിൽ അപ്പീൽ പോവും. ഡെഫിനറ്റ്ലി സുപ്രീം കോടതി, പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി വരെ ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതുവരെ പോവും. ഇപ്പോൾ ഇവിടെ ചിലരുടെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വിധിയെഴുത്തൊക്കെ കാണുന്ന സമയത്ത് ഈ കേസ് തീർന്നു, ഇതിനി ഒന്നും സംഭവിക്കില്ല, ദിലീപ് സ്കോട്ട് ഫ്രീ എന്നാണ് ഒരുവിധം എല്ലാവരും വിധി എഴുതിയിട്ടുള്ളത്. പക്ഷെ സിറ്റുവേഷൻ അതല്ല. ഇപ്പോഴത്തെ കോടതി വിധിയെ എല്ലാവരും മാനിക്കുന്നു. ഞാനും അതെ, അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നമ്മൾ കോടതി വിധിയെ മാനിക്കുന്നു. പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടി ഇതൊരു ഫൈനൽ വേർഡിക്റ്റ് അല്ല. ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹയർ കോർട്ടുകളിൽ ഡെഫിനറ്റ്ലി അവർ അപ്പീലും കാര്യങ്ങളായിട്ട് മൂവ് ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന പ്രവണത പറഞ്ഞാൽ 2 വിഭാഗം ചേർന്നിട്ടാണല്ലോ ആൾക്കാർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നവരുണ്ട്. മെയിനായിട്ട് ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച്, ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടു, 1-2 ഞാനിവിടെ കാണിക്കുകയും ചെയ്യാം, ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇടുന്നത്, അതായത് അതിജീവിതയുടെ ഫോട്ടോ വരെ കാണിച്ചുകൊണ്ട് ആ പേര് പറഞ്ഞുകൊണ്ടാണ് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ സന്ധ്യ കാക്കഡ്, അല്ല കക്കാട് എന്താണെന്നറിയില്ല, സന്ധ്യ കാക്കഡ് എന്ന് പറഞ്ഞിട്ടുള്ള 36,000 ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ബ്ലോഗർ, പ്രൊഫൈൽ ബ്ലോഗർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ എല്ലാം സിംഗപ്പൂർ അവിടെയും ഇവിടെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുള്ള 11 മണിക്കൂർ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ഈ ഫോട്ടോ വരെ കൊടുത്തിട്ടുണ്ട്. ഞാനത് ബ്ലർ ചെയ്താണ്. ഇരയുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊന്നും നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരം പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിരിക്കെ ഇരയുടെ അതിജീവിതയുടെ ഫോട്ടോ അടക്കം പ്രദർശിപ്പിച്ചിട്ട് വളരെ മോശമായിട്ടാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഈ ഒരു പോസ്റ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇരയായ നടി പാവപ്പെട്ടവളല്ല, ക്യാഷ് കൊടുത്ത് വക്കീലിനെ വെക്കണമായിരുന്നു. എന്നിട്ടൊരു പുച്ഛത്തിൻ്റെ സ്മൈലിങ്. മേക്കപ്പ്, ഡ്രസ്സ്, കാർ വാങ്ങാം, ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കുന്ന ഇവർക്ക് മാനം പോയ കേസിൽ ക്യാഷ് ഇറക്കാൻ വയ്യ. എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊഫൈലിലൂടെ, എത്ര മോശമായിട്ടാണ് മാനം പോയ കേസിൽ എത്രത്തോളം ആ പെൺകുട്ടി എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് അവനവൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അവനാൻ, ഇതിപ്പോൾ ഒരു സ്ത്രീയാണോ എന്നുള്ളത് അറിയില്ല. ഈ പ്രൊഫൈൽ കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയും. സ്ത്രീ ആണെങ്കിൽ തന്നെ ഗോഡ് ഫോർബിഡ് അവർക്കൊന്നും വരാതിരിക്കട്ടെ, ആർക്കും ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഇതുപോലത്തെ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ താങ്ങാൻ കഴിയുമോ? ഈ കുട്ടി ജീവിച്ചിട്ടുള്ള 8 ഇതിന് ശേഷം വന്നിട്ടുള്ള, അതിന് മുന്നേ അതിനൊരു ലൈഫ് ഉണ്ടായിരുന്നു, അതിന് ശേഷം ഒരു ലൈഫുണ്ട്. ഈ 8 കൊല്ലം ആ കുട്ടി നിന്നതുപോലത്തെ ഒരു ജീവിതം അതുപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ആരെക്കൊണ്ടും കഴിയും? നമുക്ക് ആലോചിക്കാൻ പറ്റുമോ എത്രത്തോളം ക്രൂര പീഡനമാണ് ആ പെൺകുട്ടി ഏറ്റുവാങ്ങിയിട്ടുള്ളത്? ആ വണ്ടിയിൽ നിന്ന് മാത്രമല്ല, അതിന് ശേഷവും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും സോഷ്യൽ മീഡിയയിലും ഇതുപോലുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്നും മേക്കപ്പ്, ഡ്രസ്സ്, കാർ വാങ്ങാം, ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കുന്ന
ഇവർക്ക് മാനം പോയ കേസിൽ ക്യാഷ് ഇറക്കാൻ വയ്യ. പോലീസ് ഒരു പരാതി കൊടുത്ത് ചുമ്മാ ഇരുന്നു. ദിലീപ് സുപ്രീം കോർട്ട് മുതൽ പ്രഗത്ഭ വക്കീൽമാരെ ഇറക്കിയപ്പോൾ, കറക്റ്റ് അവിടെയാണ് പറയുന്നത്, കറക്റ്റായിട്ട് ഇറക്കിയപ്പോൾ നടി ഫ്രീ ആയി ഒരു വിവാദ കേസ് കിട്ടിയല്ലോ. ഇതാ വഴി ഫേമസ് ആകാം എന്ന് കരുതിയ ഏതോ മിനി വക്കീലിന് കേസ് കൊടുത്തു. അല്ലേ സർക്കാർ വക്കീൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് ചെയ്ത പോലും പെരുമ്പാവൂർ ചേരിയുള്ള നിഷ, പാവം സെക്യൂരിറ്റി പണിക്കാരൻ ചന്ദ്രബാബു പോലെ ദാരിദ്ര്യമാണല്ലോ നടിക്ക് എന്നൊരു ചിരി. പക തീർക്കാനുള്ളതാണ്, എന്താ മനസ്സിലാവില്ല. ചതി പീഡനമൊക്കെ നടത്തിയെങ്കിൽ അതിലെ കൊന്നുകളയാൻ അല്ലേ ശിക്ഷ വാങ്ങിക്കൊടുക്കാം ഉള്ള ആർജവം ക്യാഷ് ഇഷ്ടം മാതിരിയുള്ള പെണ്ണുങ്ങൾ കാണിക്കാത്ത കാലത്തോളം സ്ത്രീ അബല ചബല തന്നെ. അല്ലെങ്കിൽ ഈ സിനിമക്കാരി പെണ്ണുങ്ങൾക്കൊക്കെ ക്യാഷ് വാങ്ങിയേ പരിചയമുള്ളൂ, ക്യാഷ് ഇറക്കാൻ മടിയാണ്. അപ്പോൾ കണ്ട തേർഡ് റേറ്റ് ക്രിമിനൽസിൻ്റെ ഡോട്ടിട്ടിട്ട് വായിക്കേണ്ട ഗതികേട് ഓർത്തിരുന്ന് നെടുവീർപ്പിടാം. ഞാൻ എന്താണ് ആ ലാസ്റ്റ് സെൻറ്റൻസ് എന്നുള്ളത്? തേർഡ് റേറ്റ് ക്രിമിനൽസിൻ്റെ ഡാഷ് വായിക്കേണ്ട ഗതികേട് ഓർത്ത് ഇരുന്ന് നെടുവീർപ്പിടാം, ഫീലിംഗ് പിറ്റി എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സന്ധ്യ കക്കാട് ഒരു ബൈക്കിലിരുന്ന് മുഖം മൂടിയുണ്ട്. ഈ ഫോട്ടോയിൽ ഞാൻ ഈ ഫോട്ടോ ബ്ലർ ചെയ്യാം, കാരണം അതിലൊരു കുട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ ബ്ലർ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു കുട്ടിയുടെ ഫോട്ടോയിലുള്ളത് കൊണ്ടാണ് കേട്ടോ. എന്തായാലും ഇതാണ് ഈ ഒരു പോസ്റ്റ്. പിന്നെ നമ്മുടെ അഖിൽ മാരാർ റിലേറ്റഡ് ആയിട്ടൊരു പോസ്റ്റാണ് ഫേസ്ബുക്ക് പേജിൽ കണ്ടിട്ടുള്ളത്. അഖിൽ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടു: ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ ഉപദ്രവിച്ച 6 പേരെ കോടതി ശിക്ഷിച്ചു, അവൾക്കൊപ്പം എന്ന് പോസ്റ്റ് ഇട്ടവർ വിധിയിൽ സന്തോഷിക്കുന്നില്ല. കാരണം എന്താ, അവരാരും അവൾക്കൊപ്പമല്ല, അവനെതിരാണ്. പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരിക. അവൾക്കൊപ്പമല്ല, അവനെതിരാണ്, അവനൊപ്പമാണ്, അവൾക്കെതിരാണ്. മാരാരുവിന് എന്താ വെച്ചാൽ എന്തോ ഞാൻ പറയുന്നില്ല. ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്: അതേ മിസ്റ്റർ അഖിൽ മാരാർ, അവൾക്കൊപ്പം എന്ന് പോസ്റ്റിട്ട ഞങ്ങളാരും ഈ വിധിയിൽ സന്തോഷിക്കുന്നില്ല. സത്യം, ഈ വിധിയിൽ ആ നടിയുടെ കൂടെ, അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി പോലും ഈ വിധിയിൽ സന്തോഷിക്കില്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ: പൾസർ സുനി ഒരു രാത്രി കണ്ട സ്വപ്നമല്ല പാതകം എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. കറക്റ്റ്. താങ്കൾക്ക് അവനോടൊപ്പം നിൽക്കാം, അതിനർത്ഥം അവൾക്ക് നീതി കിട്ടിയെന്നല്ല. നിശ്ചയമായും അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ ചോരയ്ക്ക് കണക്കെണ്ണി പറഞ്ഞ് നീതി കിട്ടുന്ന ദിവസം വരും. ആ നീതിയുടെ വലിയ കോടതിയിലെ അന്തിമ വിധിയിൽ ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമാണ്. അന്ന് ഞങ്ങൾ സന്തോഷിക്കും. അന്നും ഇന്നും എന്നും ഞങ്ങൾ അവൾക്കൊപ്പം തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത് കേട്ടോ. യെസ്, ഇനി കമ്മിങ് ടു നമ്മൾ ആദ്യം പ്ലേ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി പ്ലേ ചെയ്യാം. മുഖ്യമന്ത്രിയുടെ മറുപടി. അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ വരാനിരിക്കുന്നില്ലേ? ഇപ്പോൾ ഒരു നിലപാട് വന്നു, ബാക്കി കാര്യങ്ങൾ കൂടി വരുമ്പോഴാണല്ലോ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ ധാരണ. എല്ലാ ഘട്ടത്തിലും ആ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടാക്കിയിട്ടുള്ളത്. കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്നത്. യെസ്, അപ്പോൾ ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ദിലീപ് എന്തായാലും കള്ളക്കേസിൽ കുടുക്കി ഗൂഢാലോചന ഉണ്ട് എന്നുകൊണ്ടാണ് നിൽക്കുന്നത്. ദിലീപിന് വേണമെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാം. എന്താണ് ഇതിൻ്റെ തുടർ പരിപാടികൾ എന്നുള്ള അറിയില്ല. ഞാൻ ഈ പഴയ കേസൊക്കെ നോക്കിയ സമയത്ത് ദിലീപിൻ്റെ പഴയൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടില്ല? അതിൻ്റെ പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. പഴയൊരു ഇൻ്റർവ്യൂ, ഏകദേശം 8 വർഷം മുന്നേ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ അന്ന് ഈ വിഷയം റിലേറ്റഡ് ആയിട്ട് ദിലീപ് പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങൾ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കേട്ടോ. സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ എൻ്റെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും. ഇത്രയും നാൾ നമ്മളത് മഞ്ഞപ്പത്രങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിട്ടുകളയായിരുന്നു. എല്ലാത്തിനും കയറിയിട്ട്
എന്തിനാണ് നമ്മൾ അഭിപ്രായം പറയാൻ പോണേ എന്നുള്ളത് വെച്ചിട്ട്. എന്നെ ആർക്ക് അറിയാം, ഞാനൊന്നും പ്രതികരിക്കില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു പറയണേ, എന്നെ വിട്ടേക്ക്, ഇനി ഞാൻ പ്രതികരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഞാൻ സംസാരിച്ച ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൽ നിന്നും മാറി കിടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആരെക്കുറിച്ച് ഒന്ന് പറയാനോ ആരുടെ ഒരു പേഴ്സണൽ കാര്യത്തിലേക്ക് ഞാൻ ഇടപെടാൻ വരുന്നില്ല. എൻ്റെ പേഴ്സണൽ കാര്യത്തിലേക്കും എന്നെ വിട്ടേക്ക്. നമ്മൾ കുറേ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ് കൂടുതൽ. അത് പറയേണ്ട സമയത്ത് ഞാൻ വന്ന് പറയും. അതുകൊണ്ട് ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യും, എന്നെ വിട്ടേക്ക്. ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളായിട്ടാണ് നടക്കുന്നതാണ്. ഞാൻ ആരെയും അങ്ങോട്ട് ദ്രോഹിക്കാൻ പറ്റില്ല. ഒരുപാട് ഇഷ്യൂസ് നടക്കുമ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെ ഒരുപാട് ആൾക്കാർ ഈ നേരത്തെ പറഞ്ഞ പോലെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ എന്നുള്ള പരിപാടികൾ ചെയ്തിട്ടും ഞാൻ ഒരാളെ പോലും മോശമായിട്ട് ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലേ? ആരെങ്കിലും കുത്തി പറയുകയോ മനസ്സ് വിഷമിപ്പിക്കുകയുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല. ഞാനൊരു മെസ്സേജ് പോലും മോശമായ അവസ്ഥയിൽ ഫോർവേഡ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ അത്രയും സഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് വളരെ കൂടിപ്പോയി. യെസ്, ഇത് പഴയൊരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. കുറേ 8 വർഷം മുന്നേ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് ചെറിയൊരു പോർഷൻ ജസ്റ്റ് ആ വോയിസ് മാത്രം ഒന്ന് പ്ലേ ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും തുടർ നടപടികൾ എന്താണ് എന്നുള്ള അറിയാൻ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ട്. എന്താണ് ഇതിലുള്ള ഫെർദർ അപ്ഡേറ്റ്സ് ഉള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ നടി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നമ്മുടെ ഭാഗ്യലക്ഷ്മി, അവർ ആ ഒരു FK ഇനി ഒരു പിന്നെ സംഘടനയിലും മെമ്പർ ആവില്ല എന്ന് പറഞ്ഞിട്ട് അവരവരുടെ നിലപാടുകൾ വളരെ ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.